ഹലോ എവ്രി വൺ, ഇന്നത്തെ തോട്ട്സ് ഓഫ് മൈ വീഡിയോയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള മൈക്രോഗ്രെയിൻസ് പച്ചക്കറികൾ എങ്ങനെ എളുപ്പത്തിൽ മണ്ണൊന്നുമില്ലാതെ വീട്ടിൽ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. മൈക്രോഗ്രെയിൻ പച്ചക്കറികളിൽ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ഹൈലി ന്യൂട്രീഷ്യസ് ആണ്, ആന്റി ഓക്സിഡൻസ് ആണ്, വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും സ്റ്റഡീസ് ഒക്കെ പറയുന്നത് മൈക്രോഗ്രെയിൻസിന്റെ ന്യൂട്രിയൻസ് വലുതായി വളർത്തുന്ന പച്ചക്കറികളെക്കാളും കൂടുതലാണെന്നാണ്. കാർബ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ റുട്ടീനും വളരെ നല്ലതാണ്. അതിലൊക്കെ ഏറെ ഇങ്ങനെ വളർത്തിയെടുത്ത് കഴിക്കുന്ന പച്ചക്കറികൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡയബറ്റിക്സ് പോലുള്ള അസുഖങ്ങളെ മാനേജ് ചെയ്യാനും കാഴ്ചയെ സംരക്ഷിക്കാനും ഹാർട്ട് ഡിസീസ്, അനീമിയ, ക്യാൻസർ, അൽഷൈമേഴ്സ് ഡിസീസ് എന്നിവയുടെ റിസ്ക് കുറയ്ക്കുവാനും സഹായിക്കുന്നവയാണ്. വീടുകളിലും ഫ്ലാറ്റുകളിലും താമസിക്കുന്നവർക്ക് ഒരുപോലെ മണ്ണും ചകിരിച്ചോറും ഒന്നുമില്ലാതെ തന്നെ എളുപ്പത്തിൽ ഇത് വളർത്തിയെടുക്കാൻ കഴിയും. അപ്പൊ ഇത് വളർത്തിയെടുക്കുന്ന പ്രോസസ്സ് ഒന്ന് കണ്ടാലോ. അതിനുവേണ്ടി കടല, ചെറുപയർ, വൻപയർ, ഉലുവ, കടുക്, ചിയ സീഡ് എന്നിങ്ങനെ നമുക്കിഷ്ടമുള്ള ഏത് ധാന്യം കൊണ്ടും ഇത് വളർത്തിയെടുക്കാൻ കഴിയും. മണ്ണില്ലാതെ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. രണ്ട് പ്രോസസ്സും ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതുപോലൊരു ഗ്ലാസോ പാത്രമോ എടുത്ത് അതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ധാന്യങ്ങൾ ഇട്ട് എടുക്കുന്ന ധാന്യത്തിനേക്കാൾ പകുതിയിലേറെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. പിറ്റേ ദിവസം ആവുമ്പോഴേക്കും നമ്മുടെ ധാന്യങ്ങളെല്ലാം ഇതുപോലെ വലുതായിട്ടുണ്ടാവും. അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു തുണി എടുത്ത് അതിലോട്ട് കെട്ടിയിട്ട് അത് നമുക്ക് വെട്ടം കയറാത്ത ഒരു പാത്രത്തിലോട്ട് വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേറെ തുറന്ന് തന്നെ ഒരു പാത്രത്തിൽ വെച്ച് ഒരു ദിവസം കൂടെ നമുക്ക് വെച്ച് മുളപ്പിച്ച് ഇതുപോലെ എടുക്കാം. ശരിക്കും 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുത്ത് തുറന്നു നോക്കിയത്. അപ്പോഴേക്കും അതിന്റെ മുളയെല്ലാം തുണിയുടെ അടിയിൽ കൂടെ വളർന്നിട്ടുണ്ടായിരുന്നു. മുളയൊന്നും പൊട്ടാതെ പയ്യെ തുണിയിൽ നിന്ന് നമുക്ക് എടുത്ത് നമുക്ക് മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പാത്രമാണ്. മൂടിയുള്ള പാത്രമാണ് നല്ലത്. അതിലോട്ട് നമുക്ക് 3 ടിഷ്യൂ പേപ്പർ അടുക്കി കൊടുക്കാം. അത് ഞാനിവിടെ കിച്ചൺ ടവലാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് നമ്മുടെ പാത്രത്തിന്റെ അളവനുസരിച്ച് മടക്കിയതിന് ശേഷം അത് നമുക്കിങ്ങനെ നിരത്തി കൊടുക്കാം പാത്രത്തിലോട്ട്. പിന്നെ നമുക്ക് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് കുതിർത്തി എടുക്കണം. ഒന്നുകിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം. അത് നമുക്ക് ടിഷ്യൂ പേപ്പർ മാത്രം നിറയുന്ന രീതിയിലും അടിയിലൊന്നും വെള്ളം കട്ടിയാവായിട്ട് കിടക്കാത്ത രീതിയിലും വേണം നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാൻ. അതിലോട്ട് നമുക്ക് മുളപ്പിച്ച പയറുകളെല്ലാം തിക്കി നിറച്ച രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഒരു ടിഷ്യൂ പേപ്പറോട് എടുത്ത് 2ആയി മടക്കിയതിന് ശേഷം മേളിലൊന്ന് സ്പ്രേ ചെയ്ത് ലൈറ്റ് ഒന്നും വരാത്ത രീതിയിൽ 3 ദിവസത്തേക്ക് ഇത് അടച്ചു വെക്കാം. ഏത് ദിവസം നമ്മൾ കുറേ ധാന്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലേബൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളർന്നു വരുമ്പോഴേക്കും നമുക്ക് ഇത് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു പാത്രം എടുത്ത് അതിന്റെ അടിഭാഗം ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ധാന്യങ്ങളെല്ലാം അതിലും നിരത്തിയതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ മേളിൽ നമുക്ക് ഈ പാത്രം വെച്ച് തുറന്നു വെച്ച് തന്നെ നമുക്ക് ഇത് മുളപ്പിച്ചെടുക്കാം. വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അത് താനെ അതിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഈർപ്പം കൊണ്ട് അതിൽ മുളച്ചു കിട്ടും. രണ്ടാമത്തെ രീതിയാണ് എനിക്ക് കുറച്ചുകൂടെ വളരുന്നതായിട്ട് തോന്നിയത്. ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് കുറച്ച് നാൾ മുന്നേ ഞാൻ ചെയ്തു വെച്ച കുറേ ചെടികൾ വളർന്നതിന്റെ വീഡിയോസ് ആണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് മുറിച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പകുതിയിൽ മേളിലായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇത് കറികളിലൊക്കെ ഉപയോഗിക്കാം. സാലഡിലും നമുക്ക് കടുക് പൊട്ടിക്കുമ്പോഴോ അല്ലെങ്കിൽ കറികളിലോ ഒക്കെ ഇട്ട് നമുക്കിത് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മുറിച്ചെടുത്തതിന്റെ ബാക്കി ഭാഗം അതുപോലെ നിർത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ ചെടികൾ വീണ്ടും കിളിർത്തു വരും. വിഷമൊന്നുമില്ലാതെ ഓർഗാനിക് ആയിട്ട് ഉള്ള സൗകര്യങ്ങളിൽ വളർത്തിയെടുക്കുന്ന മൈക്രോഗ്രെയിൻ പച്ചക്കറികൾ അങ്ങനെ നമ്മുടെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിൽ ഉൾപ്പെടുത്താൻ കഴിയും. മൈക്രോഗ്രെയിൻസ് പച്ചക്കറികൾ എങ്ങനെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം എന്നതിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ പോയി നല്ലതുപോലെ ചിന്തിച്ച് മറ്റൊരു തോട്ട്സ് ഓഫ് മൈ ഡേ വീഡിയോയിൽ വീണ്ടും കാണാം.